സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 8. കൃഷ്ണനുണ്ണി വാച്ചിൽ നോക്കി. മണി 10:30. സർജറിക്ക് വേണ്ടി ഈശയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അരമണിക്കൂറാകുന്നു. ഗൈനക്കോളജി വാർഡിനോട് ചേർന്നാണ് ഓപ്പറേഷൻ തിയേറ്റർ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പുറത്ത് നിരയായി കസേരകൾ ഇട്ടിരിക്കുന്നു. കൃഷ്ണനുണ്ണിയും സവിതയും അടുത്തടുത്താണ് ഇരുന്നത്. അല്പം മാറി സുദീപ് തനിച്ച്. എപ്പോ തീരുമോ എന്തോ. കാത്തിരിപ്പ് ദുസ്സഹമായപ്പോൾ സബിത പറഞ്ഞു, സമയമെടുക്കും. കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്ക്. അയാൾ തിരുത്തി. സോറി ഉണ്ണിയേട്ടാ, അയാളൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. അയാളുടെ ഓഫീസിലെ സുധീർ ആയിരുന്നു അത്. എന്താ സുധീർ? അയാളുടൻ കോൾ എടുത്തു. 2 പേർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ബിജുവും കാർത്തിക്കും. 2 പേരും ബി നെഗറ്റീവാണ്. സാർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിലുണ്ട്. ശരി, അവരോട് അങ്ങോട്ട് വരാൻ പറയാം. ഇഷയ്ക്ക് രക്തം ആവശ്യമായി വന്നാൽ കൊടുക്കാൻ വേണ്ടിയാണ് സുധീർ 2 പേരെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കൃഷ്ണനുണ്ണി എഴുന്നേറ്റ് സുദീപിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഉണ്ണിയേട്ടാ? അവൻ എഴുന്നേറ്റു. നീ വീട്ടിലേക്ക് പൊയ്ക്കോ, മണി 10:30 അയാൾ പറഞ്ഞു. അത് സാരമില്ല, ചിലപ്പോൾ ഇത്തിരി ലേറ്റാകുമെന്ന് ജയസുധയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ അങ്ങനെ കാത്തിരുത്തുന്നത് ശരിയല്ല സുദീപ്. എനിക്കറിയാം. പക്ഷെ എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉണ്ണിയേട്ടനൊന്ന് ചിന്തിച്ചേ. അകത്ത് ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുകയാണ്. കുഞ്ഞിന് ഈശയ്ക്കോ എന്ത് സംഭവിക്കാം. ആ ഓർമ്മ മനസ്സിലുള്ളപ്പോൾ ജയസുധയോട് സ്നേഹപൂർവ്വം സംസാരിക്കാനോ പെരുമാറാനോ എനിക്ക് കഴിയുമോ? കൃഷ്ണനുണ്ണിക്ക് അതിനുത്തരമില്ലായിരുന്നു. ഞാൻ ചെന്ന് അവളുടെ മുമ്പിൽ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ അവൾ എന്ത് വിചാരിക്കും? അതല്ലേ അവളെ കൂടുതൽ ദുഃഖിപ്പിക്കുക. 2ലും നല്ലത് 2ലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നതല്ലേ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, അല്ലാതെ ഞാനെന്തു പറയാനാണ്? സുദീപ് വീണ്ടും ഇരുന്നു. അപ്പോഴേക്ക് 2 ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. സുധീർ പറഞ്ഞ കാർത്തിക്കും ബിജുവുമാണെന്ന് കൃഷ്ണനുണ്ണിക്ക് മനസ്സിലായി. സുധീർ പറഞ്ഞിട്ട് അതെ. 2 പേരും തലകുലുക്കി. സുദീപ് ചോദ്യഭാവത്തിൽ കൃഷ്ണനുണ്ണിയെ നോക്കി. സർജറിക്ക് ബ്ലഡ് വേണ്ടിവരുന്ന ദർശനം പറഞ്ഞില്ലേ, അതിന് വന്നതാണ്. ഓ, അവന് ആശ്വാസമായി. ഞാൻ ഇവരെ ബ്ലഡ് ബാങ്കിലേക്ക് കൊണ്ടുപോവാണ്. ക്രോസ് മാച്ച് ചെയ്തിട്ട് വേണം. ഉണ്ണിയേട്ടൻ പോയിട്ട് വാ. കൃഷ്ണനുണ്ണി അവരെയും 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. പോക്കറ്റിൽ നിന്ന് സുദീപ് മൊബൈൽ എടുത്ത് നോക്കി. മണി 10:45. ജയസുധയെ വീണ്ടും വിളിക്കണോ? വിളിച്ചിട്ട് എന്തു പറയാൻ? വൈകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇനി എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ വിളിച്ചിട്ടെന്ത് കാര്യം? മധുവിധു രാത്രി തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ജയസുധ പാലുമായി മണിയറയിൽ വന്നു കഴിഞ്ഞേനെ. അവൻ മൊബൈൽ വീണ്ടും പോക്കറ്റിലേക്ക് വെച്ചു. അത്ര വലിയ ദൈവവിശ്വാസമൊന്നുമില്ലായിരുന്നു സുദീപിന്. കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ പോകുമായിരുന്നെങ്കിലും മുതിർന്നപ്പോൾ ആ ശീലമില്ലാതായി. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോഴോ ശുഭാപ്തി വിശ്വാസത്തിന് ഇളക്കം തട്ടുമ്പോഴോ ആണോ മനുഷ്യർ കൂടുതലായി ദൈവത്തിൽ ആശ്രയം തേടുന്നത്. അറിയാവുന്ന ദൈവങ്ങളുടെ എല്ലാം പേരുകൾ അവൻ അപ്പോൾ ഓരോന്നായി മനസ്സിലോർത്തു. വിഘ്നങ്ങൾ ഇല്ലാതാക്കി മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടി അവൻ ഒരു ഗണപതി ഹോമം നേർന്നു. ശിവന് കൂവളമാലയും ഹനുമാന് വടമാലയും നേർന്നു. ഇനി സബിത എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. സുദീപ്, നീ പോകുന്നില്ലേ? തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല എടത്തി. ജയസുധ എന്ത് വിചാരിക്കും? എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവളാണെങ്കിൽ അവൾ ക്ഷമയോടെ കാത്തിരിക്കും. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയാണിത്. എത്രയോ കാലമായി ഈ ഒരു രാത്രി സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്കറിയില്ല. ഇനി അവളെ പരീക്ഷിക്കരുത്. മണി 11. സുദീപ് വയ്ക്കോളൂ, വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കാം. എന്റെ ഇപ്പോഴത്തെ മനസ്സ് നിങ്ങൾക്കാർക്കും അറിയില്ല എടത്തി. ജയസുധയുമായുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങൾ 2 പേരും കൂടിയാണ് എന്നെ നിർബന്ധിച്ച്. ഇനി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ജയസുധയുടെ മുമ്പിൽ നീ ചൂളി നിൽക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. സോറി എടത്തി, എനിക്കിപ്പോ ഇഷയാണ് പ്രധാനം. സബിത പിന്നെ ഒന്നും മിണ്ടിയില്ല. വധൂവരന്മാർക്കായി തയ്യാറാക്കിയിരുന്ന മണിയറയിൽ ജയസുധ ഏകയായിരുന്നു. മേശപ്പുറത്ത് അടച്ചു വെച്ചിരുന്ന പാല് തണുത്തു കഴിഞ്ഞിരുന്നു. മെത്തയിൽ വിതീറിയിരുന്ന മുല്ലമൊട്ടുകൾ വിടർന്ന് പൂവായി കഴിഞ്ഞിരുന്നു. ഹൃദയസ്പന്ദനം പോലെ മുറിയിൽ ക്ലോക്ക് മാത്രം ഇടിച്ചുകൊണ്ടിരുന്നു. മണി 11:30. ചിലപ്പോൾ വരാൻ അല്പം വൈകുമെന്ന് സുദീപേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഏറിയാൽ അരമണിക്കൂർ. എങ്കിൽ പോലും 10 മണിക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടതായിരുന്നു. 10:30, 11, ഇപ്പോൾ 11:30.
സ്വീകരണ മുറിയിൽ സുദീപേട്ടന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് അവൾ ആദ്യം വരുന്നത്. അവനാണ് എന്തിനാണിത്ര വൈകുന്നതെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാണുമായിരിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ തന്നെ കൃഷ്ണനുണ്ണിയും സബിതയും ഉണ്ടല്ലോ, അവൻ ഇങ്ങ് പോരാമല്ലോ എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അവൻ ഉടൻ വരും മോളെ എന്ന് രണ്ടുപേരും മാറി മാറി അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. സബിത ചേച്ചിയും ഉണ്ണിയേട്ടനും അവിടെയുണ്ടല്ലോ, പിന്നെ സുദീപേട്ടൻ ഇങ്ങ് പോന്നൂടെ എന്ന് പലവട്ടം ജയസുധ സ്വയം ചിന്തിച്ചു ചെയ്തു. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി റെസ്റ്റ് എടുത്തോ, അവൻ വരാൻ ഞാൻ വിളിച്ചു പറയാൻ എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് ഒരുക്കി വെച്ചിരുന്ന മുറിയിലേക്ക് അവൾ വന്നത്. അവൾ വന്ന് കസേരയിലിരുന്നു. മെത്തയിൽ ചുളിവ് വീഴാത്ത വിരി. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നു. കയ്യിൽ മൊബൈലില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാമായിരുന്നു. ലാൻഡ് ഫോണിലെങ്കിലും വിളിച്ച് ഒരിക്കൽ കൂടിയെങ്കിലും സുദീപേട്ടന് തന്നോട് സംസാരിക്കാമായിരുന്നു. എല്ലാം മറന്നതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സുദീപേട്ടൻ പെരുമാറുന്നത്? അവൾ ഒരു പ്രതിമയെപ്പോലെ ഇരുന്നു. പെട്ടെന്നാണ് സ്വീകരണ മുറിയിലെ ഫോണ് ബെല്ലടിച്ചത്. ജയസുധ അറിയാതെ എഴുന്നേറ്റു. അവൾ അങ്ങോട്ട് ചെന്നു. വിശ്വനാഥ പിള്ളയാണ് റിസീവർ എടുത്തത്. അച്ഛാ, ഇത് ഞാനാ സുദീപ്. എന്തായി മോനെ കാര്യങ്ങൾ? അവൾ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. കുഞ്ഞിനെ വെള്ളിലേക്ക് കൊണ്ടുവന്നില്ല. നേഴ്സ് വന്ന് പറഞ്ഞതേയുള്ളൂ. രണ്ടുപേരും സുഖമായിരിക്കുന്നോ? സന്തോഷം. നീ ഉടനെ വരില്ലേ? മോളിവിടെ നിന്നെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്, വിശ്വനാഥ പിള്ള പറഞ്ഞു. ഞാൻ ഉടൻ വരാമച്ചാ. ശരി. റിസീവർ വെച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ജയസുധ വന്ന് നിൽക്കുന്നു. അവനിപ്പം വരുമോളെ, അദ്ദേഹം പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? പെൺകുഞ്ഞാണ്, കുഴപ്പമൊന്നുമില്ല. ഈശ്വരാ, നീ രക്ഷിച്ചു. സൗദാമിനിയമ്മ മുകളിലേക്ക് നോക്കി കണ്ണടച്ച് കൈകൂപ്പി. ജയസുധ ഒന്നും പറയാതെ കിടപ്പുമുറിയിലേക്ക് നോക്കി. സുദീപ് വാച്ചിൽ നോക്കി. മണി 12:30. വിവരം പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞല്ലോ. എന്നിട്ടും എന്തായെടുത്തി അവർ കുഞ്ഞിനെ കാണിക്കാത്തെ? അവന് ഉത്കണ്ഠയായി. കുഞ്ഞിനെ കുളിപ്പിച്ച് ഉടൻ തന്നെ അവർ കാണിക്കേണ്ടതാണ്. സബിതയുടെ മുഖത്തും സംശയത്തിന്റെ നിഴൽ പരന്നു. ഒരു കുഴപ്പവുമില്ലെന്നല്ലേ അവർ പറഞ്ഞത്? പിന്നെന്തിനാ വെറുതെ പേടിക്കുന്നേ? കൃഷ്ണനുണ്ണി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത്ര നേരമായിട്ടും നമുക്ക് അകത്തേക്കൊന്ന് കയറി ചെന്നാലോ? അല്ലെങ്കിൽ ദർശന ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്ക്. സുദീപിനെ പരിഭ്രമം വിട്ടുപോയില്ല. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. പിന്നാലെ മറ്റൊരു നേഴ്സ് ഇരു കൈകളിലും തുണിയിൽ പൊതിഞ്ഞ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വന്നു. ആരാണ് അച്ഛൻ? നേഴ്സ് പുഞ്ചിരിയോടെ അവരെ നോക്കി. കൃഷ്ണനുണ്ണി നീട്ടാൻ ആഗ്രഹിച്ചെങ്കിലും അതിനു മുമ്പേ സുദീപ് 2 കൈകൊണ്ടും കുഞ്ഞിനെ വാങ്ങി അതിന്റെ മുഖത്തേക്ക് കൗതുകത്തോടെ ഉറ്റുനോക്കി. അമ്മയെപ്പോലെ സുന്ദരിക്കുട്ടി. അങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ സബിതയ്ക്ക് തോന്നിയത്. പക്ഷേ കുഞ്ഞിന് ഇഷയുടെ മുഖത്തിന്റെ ആകൃതിയല്ല, മറിച്ച് സുദീപിന്റെ അതേ ഛായയാണ്. സന്തോഷം കൊണ്ട് സുദീപിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനിത്താ, ഞാനൊന്ന് കാണട്ടെ. സബിത കൈനീട്ടി. അവൻ കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് കൊടുത്തു. കൃഷ്ണനുണ്ണി നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. കുഞ്ഞിന്റെ അമ്മ? പെട്ടെന്ന് നഴ്സിനോട് സുദീപ് ചോദിച്ചു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ല. ഡോക്ടർ ഇറങ്ങുമ്പോൾ ഡീറ്റെയിൽസ് പറയും. പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല. കുഞ്ഞിനെ ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോവാണ്. അമ്മയെ നാളെ വാർഡിലേക്ക് മാറ്റുമ്പോൾ തരും കേട്ടോ. കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് നഴ്സ് പോയി. ഇനി നിനക്ക് പോകരുതോ സുദീപ്? കൃഷ്ണനുണ്ണി ചോദിച്ചു. പോവാണ്. നിങ്ങളോ? രാവിലെ വരാം. താങ്ക്സ് ഉണ്ണിയേട്ടാ. താങ്ക്സ് അബിതയെടുത്തി. അവൻ യാത്ര പറഞ്ഞിറങ്ങി. സമയം 1 മണി. രാത്രിയിൽ ആ നേരത്ത് വാഹന ഗതാഗതം തീരെയില്ലായിരുന്നു. നല്ല വേഗത്തിലാണ് സുദീപ് കാറോടിച്ചത്. അവൻ അറിയാതെ ഒന്ന് ചിരിച്ചു. അത്ഭുതമായിരിക്കുന്നു. ഇന്ന് കല്യാണം കഴിച്ചതേയുള്ളൂ. ഇന്ന് തന്നെ അച്ഛനാവുകയും ചെയ്തിരിക്കുന്നു. അവൻ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ മുറികളിലും ലൈറ്റുണ്ടായിരുന്നു. മുൻവാതിൽ തുറന്നു വെച്ചിരുന്നു. മുൻവശത്തെ മുറിയിൽ വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഗൗരവത്തിലായിരുന്നു. ഒന്നും പറയാതെ സുദീപ് കിടപ്പുമുറിയിലേക്ക് ചെന്നു. കസേരയിൽ ജയസുധ ഇരിക്കുന്നുണ്ടായിരുന്നു. ജയേ, ക്ഷമാപണ രൂപത്തിൽ അവൻ വിളിച്ചു. നിറകണ്ണുകളോടെ അവൾ എഴുന്നേറ്റു. എനിക്കൊരു കാര്യം അറിയണം. ഞാനാണ് സുദീപേട്ടന്റെ ഭാര്യ, അതോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സ്ത്രീയോ? അവളുടെ ചോദ്യത്തിനു മുമ്പിൽ സുദീപ് മിണ്ടാനാവാതെ നിന്നു. ജയേ, നീ എന്താണിങ്ങനെ? വരാൻ ഞാൻ കുറച്ച് ലേറ്റായി. ശരിയാണ്, പക്ഷേ സുദീപ് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ടുന്ന വാക്കുകളൊന്നും അയാളുടെ സഹായത്തിനെത്തിയില്ല. കുറച്ച് ലേറ്റായെന്നോ? സമയം ഇപ്പോൾ എത്രയായെന്ന സുദീപേട്ടന്റെ വിചാരം? ജയസുധ തേങ്ങി. അയാളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് ഉയർന്നു. മണി 1:20. 9 മണിക്ക് മുമ്പ് സുദീപേട്ടൻ ഇവിടുന്ന് പോയതാ. ഹോസ്പിറ്റലിൽ ദർശന ആന്റിയുണ്ട്.
കൊണ്ടുപോകുന്നത് ഉണ്ണിയേട്ടനും സബിതേച്ചിയും. സുദീപേട്ടൻ കൂടെ പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു. എന്നിട്ടും നിർബന്ധപൂർവം പോയി. അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞപ്പോ ഞാനും സമ്മതിച്ചു, എനിക്ക് മനുഷ്യത്വമുള്ളതുകൊണ്ട്. പക്ഷേ സുദീപേട്ടൻ എന്താണ് ചെയ്തത്? കരച്ചിലെടുക്കാൻ ജയസുധ പാടുപെട്ടു. മണിയറയിൽ നവവധുവിന്റെ കണ്ണീരൊഴുകി വീണു. ജയേ, കരയരുത് പ്ലീസ്. സുദീപ് അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ അയാളുടെ കൈ തട്ടിമാറ്റി. തുടരുതെന്നെ. എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അക്കാര്യം തുറന്നു പറയാമായിരുന്നു. ആരു പറഞ്ഞു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു എന്ന്? പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ നിന്റെ വിരലിൽ എൻഗേജ്മെന്റ് റിങ്ങിട്ടത്. നമ്മളിന്ന് ഒരുപാട് സംസാരിച്ചില്ലേ? ഓർത്തു നോക്കിക്കേ. ജയസുധയുടെ പരിഭവം മാറ്റിയെടുക്കാൻ വേണ്ടി സുദീപ് പറഞ്ഞു. അന്നത്തെ കാര്യം ശരിയാണ്. പക്ഷേ ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല സുദീപേട്ട. രാവിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ടതു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു സന്തോഷവും സുദീപേട്ടന്റെ മുഖത്തില്ലായിരുന്നു. എപ്പോഴും ഏതോ ചിന്ത. പരിചയക്കാരുടെ അടുത്ത് ചിരി അഭിനയിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് വിങ്ങുകയായിരുന്നു. അവൾ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. സുദീപ് ചെന്ന് വാതിലടിച്ച് ബോൾട്ടിട്ടു. അകത്ത് നടക്കുന്നതെന്നും അച്ഛനും അമ്മയും അറിയണ്ട. ഈശ്വര, ഇനി എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാലാണ്? സുദീപ് അവളുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. അവൾ മുഖമുയർത്തിയില്ല. ജയേ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ശരിയായിട്ട് തന്നെയാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഉറങ്ങിയെന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ ഈ പാതിര വരെ സുദീപേട്ടൻ ഹോസ്പിറ്റലിൽ കുത്തിയിരുന്നത്? നനഞ്ഞ കവിളുകളോടെ അവൾ തല ഉയർത്തി നോക്കി. അങ്ങനെയല്ല ജയേ, ശ്രുതിയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് ദർശന ചേച്ചി പറഞ്ഞപ്പോൾ മനസ്സു പതറി നിൽക്കുന്ന ഉണ്ണിയേട്ടനെ കണ്ടിട്ട് പോരാൻ തോന്നിയില്ല എനിക്ക്. ശ്രുതിക്കോ ഉണ്ണിയേട്ടനോ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് സുദീപേട്ടൻ എനിക്ക് തന്നിട്ടില്ലെന്നർത്ഥം. വേറെ ഏതെങ്കിലും ദിവസമായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ഇത് നമ്മുടെ വിവാഹ ദിവസമാണ്, നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്തെല്ലാം സ്വപ്നങ്ങളോടെ, എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്ന് വധുവായി ഈ വീടിന്റെ പടികയറി വന്നത്. പക്ഷേ സഹിക്കാനാവാതെ ജയസുധ വിങ്ങി വിങ്ങി കരഞ്ഞു. ജയേ, നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു പോയിട്ടില്ല. വിചാരിച്ചതിലും വളരെ വൈകി മാത്രമേ എനിക്ക് ചിരിച്ചാൻ സാധിച്ചുള്ളൂ എന്നത് നേരെ തന്നെ. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലിത്. സംഭവിച്ചുപോയി. ജീവിതവും മരണവും തമ്മിലുള്ള വടംവലി ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചു പോരാൻ എനിക്ക് സാധിച്ചില്ല. അത് എന്റെ പരാജയം. അങ്ങനെയല്ല സുദീപേട്ട. ഹോസ്പിറ്റലിലേക്ക് സുദീപേട്ടൻ പോകാൻ പാടില്ലായിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. വീട്ടിലേക്ക് വന്നു കയറി ഉടൻ തന്നെ സുദീപേട്ടനെ ഞാൻ കടിഞ്ഞാനിടുന്നു എന്ന് ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ സമ്മതിച്ചത്. എന്റെ മനസ്സറിയാൻ കഴിവില്ലാത്ത ഒരാളെയാണല്ലോ എനിക്ക് തുണയായി കിട്ടിയതെന്നോർക്കുമ്പോൾ ജയസുധയ്ക്ക് കരച്ചിലെടുക്കാൻ സാധിച്ചില്ല. അവളെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ സുദീപിന് തോന്നിയെങ്കിലും ധൈര്യം വന്നില്ല. അവൾ അത് നിഷേധിച്ചാൽ? ജയേ, നേരം ഒരുപാടായി. നമുക്കിനി ഉറങ്ങാം. ബാക്കി സംസാരമൊക്കെ നാളെ മതി. ഇനി കരയരുത് പ്ലീസ്, അയാൾ അപേക്ഷിച്ചു. ഉറങ്ങാനോ? ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ചടങ്ങുകളൊന്നും നാളെ രാത്രിയിലേക്ക് മാറ്റിവെക്കാൻ പാടില്ല. നാളെ രണ്ടാമത്തെ രാത്രിയാണ്. അമ്മ തന്നുവിട്ട പാല് ദാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് താ, ജയസുധ പറഞ്ഞു. അവൾ പരിഹസിച്ചതാണോ അതോ ആത്മാർത്ഥതയോടെ പറഞ്ഞതാണോ എന്ന് സുദീപിന് മനസ്സിലായില്ല. കാരണം മേശപ്പുറത്ത് ഗ്ലാസ്സിൽ വെച്ചിരുന്ന പാല് തണുത്ത് വിറങ്ങലിച്ച് പാടെ ചൂടിക്കഴിഞ്ഞിരുന്നു. ഒരു തരത്തിലും അതിന് കുടിക്കാൻ പറ്റുകയില്ല. അതിന് കുടിക്കാൻ കൊള്ളില്ല. വേറെ പാല് കാച്ചിത്തരാൻ ഞാൻ അമ്മയോട് പറയാം. അയാൾ വാതിലിനടുത്തേക്ക് നീങ്ങി. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. അയാൾ നിന്നു. സുദീപേട്ടന് ലജ്ജയില്ലേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് വീണ്ടും പാല് കാച്ചിത്തരാൻ അമ്മയോട് പറയാൻ? എന്റെ തലവരെ എങ്ങനെയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മെത്തയിൽ വിതറിയിരുന്ന മുല്ലപ്പൂക്കൾ വാടിക്കഴിഞ്ഞിരുന്നു. ജയസുധ കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്ന് കണ്ണുകളടച്ചു. അടുത്തു ചെന്ന് കിടക്കാൻ ധൈര്യം വരാതെ സുദീപ് കസേരയിലേക്ക് തളർച്ചയോടെയിരുന്നു. ലേബർ വാർഡിന്റെ സമീപത്തുള്ള കാത്തിരിപ്പ് മുറിയിൽ അപ്പോൾ കൃഷ്ണനുടെയും സബിതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മുഖം തിരിച്ച് അയാളെ നോക്കി. അയാൾ ഏതോ ചിന്തയിലായിരുന്നു. ഉണ്ണിയേട്ടാ, അവൾ വിളിച്ചു. അയാൾ ഒന്ന് മൂളി. ദർശൻ ഇതുവരെ പുറത്തേക്കിറങ്ങി വന്നില്ലല്ലോ. സിസേറിയൻ എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഭംഗിയായി തുന്നിക്കെട്ടണ്ടേ? പിന്നെ ഹാർട്ട് ബീറ്റും പ്രഷറും ഒക്കെ നോർമലാണെന്ന് ഉറപ്പാക്കാതെ ഡോക്ടർക്ക് പോകാൻ പറ്റുമോ? അയാൾ ചോദിച്ചു. അതേക്കുറിച്ചൊന്നും സബിതയ്ക്ക് അറിയില്ലായിരുന്നു. ഉണ്ണിയേട്ടെ, കുഞ്ഞിനെ കണ്ടില്ലേ? അപ്പോഴും സബിത ആ കൗതുകത്തിൽ നിന്ന് പുറത്തു കടന്നിരുന്നില്ല. അയാൾ വെറുതെ മൂളി. അതിനെ നമുക്ക് കിട്ടുമെന്നോർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളുടെ മനസ്സ് മറ്റൊരു ലോകത്തേക്ക് പാറിപ്പറന്നുപോയി.
അധികം സന്തോഷിക്കേണ്ട, അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. അതെന്താ? കുഞ്ഞിനെ അവൾ നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. സബിത ഒന്ന് പകച്ചു. തരാതിരിക്കുമോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. തരണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നത് ന്യായമോ നീതിയോ അല്ല. ആണോ? അവൾ മനസ്സോടെ തരുമെങ്കിൽ നമ്മൾ വാങ്ങും, അല്ലാതെ. സബിതയ്ക്ക് നിരാശയായി. പെട്ടെന്ന് കൃഷ്ണനുണ്ണിയുടെ പോക്കറ്റിലെ മൊബൈൽ ബെല്ലടിച്ചു. അയാൾ അതെടുത്തു നോക്കി. അച്ഛനാണ്. വിവരമറിയാനായിരിക്കും, അവൾ പറഞ്ഞു. അയാൾ കോൾ എടുത്തു. അച്ഛാ, നിങ്ങൾക്ക് വരാറായില്ലേ ഉണ്ണി? കോപത്തിലായിരുന്നു വിശ്വനാഥപിള്ള. എന്താണ് കാരണമെന്ന് കൃഷ്ണനുണ്ണിക്ക് മനസ്സിലായില്ല. എന്താച്ചാ? അവന് വിവരമോ ലോകപരിചയമോ ഇല്ലെന്ന് വിചാരിക്കാം. പ്രായത്തിന്റെ പക്വതക്കുറവുമുണ്ട്. അതുപോലാണോ നീയും സബിതയും? എന്തിനാ സുദീപിനെ നിങ്ങളവിടെ പിടിച്ചു നിർത്തിയേ? ഇവിടെ ഒരു പാവം പെണ്ണ് കാത്തിരിപ്പുണ്ടെന്ന് എന്താ നിങ്ങളാരും ഓർക്കാഞ്ഞേ? വിശ്വനാഥപിള്ളയുടെ സ്വരമുയർന്നു. അച്ഛാ, സബിതയും ഞാനും ആവുന്നത്ര നിർബന്ധിച്ചതാ, അവൻ കൂട്ടാക്കിയില്ല. അതിന്റെ കാരണം അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. അത് വലിയ ക്രൂരതയായിപ്പോയടാ. ആദ്യ ദിവസം തന്നെ രണ്ടുപേരും തമ്മിൽ പിണങ്ങുക എന്ന് പറഞ്ഞാൽ, മുകളിലത്തെ മുറിയിൽ കരച്ചിലും വീഴ്ചിലും ഉച്ചത്തിലുള്ള സംസാരവും. ഇത് വല്ലതും ആ അരവിന്ദാക്ഷനും ഇന്ദിരയും അറിഞ്ഞാൽ അവർ ക്ഷമിക്കുമോ? സുദീപ് ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അവന് കുറ്റപ്പെടുത്താനും പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇനിയും അവിടെ ഇരിക്കുന്നേ? ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടല്ലോ. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? വന്ന് ജയസൂര്യയോട് സംസാരിക്കൂ, അയാൾ പറഞ്ഞു. വരാമച്ചാ. ഫോൺ കട്ടായി. കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു സബിത. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അയാൾ ചോദിച്ചു. ദർശന വന്ന് കാണാതെ എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അയാൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. അപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ദർശന പുറത്തേക്ക് ഇറങ്ങിയത്. സബിത എഴുന്നേറ്റ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തായി? സർജറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അതാ ഇത്രയും സമയമെടുത്തെ. നൗ എവറിത്തിങ് ഈസ് ഫൈൻ. ദർശന തളർച്ചയോടെ പുഞ്ചിരിച്ചു. ശ്രുതി സെഡേഷനിലാണ്. 5-6 മണിക്കൂറെങ്കിലും കഴിയും ബോധം തെളിയാൻ. കുഞ്ഞിനെ നഴ്സറിയിൽ സൂക്ഷിക്കുന്നതാണ് സേഫ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ദർശന, സബിത പറഞ്ഞു. എന്താണ്? കുഞ്ഞിനെ കാണാൻ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നേക്കും. അവർ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ. ആ അപകടത്തെക്കുറിച്ച് അപ്പോഴാണ് ദർശനയും കൃഷ്ണനുണ്ണിയും ഓർത്തത്. അവകാശികളില്ലാതെ പ്രസവത്തോടെ മരിച്ച ഒരു സ്ത്രീയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാണ് അതിനെ സബിതയ്ക്കും കൃഷ്ണനുണ്ണിക്കും ഡോക്ടർ ദർശന കൊടുക്കാൻ പോകുന്നത്. അച്ഛനും അമ്മയും അത് വിശ്വസിക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യും? വേവലാതിയോടെ സബിത ചോദിച്ചു. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം, ദർശന പറഞ്ഞു. എന്ത് വഴി? നിങ്ങളിങ്ങനെ വെറുതെ തല പുകയ്ക്കേണ്ട കാര്യമില്ല. അവൾക്ക് ബോധം തെളിയട്ടെ, എന്നിട്ട് അവളുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞ് ചിന്തിച്ചാൽ മതിയല്ലോ ബാക്കി കാര്യങ്ങൾ, കൃഷ്ണനുണ്ണി പറഞ്ഞു. ഉണ്ണിയേട്ടാ, ഹൃദയവേദന താങ്ങാനാവാതെ സബിത അയാളുടെ കൈത്തണ്ടയിൽ അള്ളിപ്പിടിച്ചു. എന്താ ഉണ്ണിയേട്ടൻ പറഞ്ഞത്? അവളുടെ തീരുമാനമോ? കുഞ്ഞിനെ നമുക്ക് തരില്ലെന്ന് അവൾ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നോ? സബിതയുടെ ചോദ്യത്തിന് മുമ്പിൽ മറുപടിയില്ലാതെ കൃഷ്ണനുണ്ണി നിന്നു. ദർശനയുടെ നേർക്കാണ് പിന്നെ സബിത തിരിഞ്ഞത്. അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. ദർശനയും സാക്ഷിയാണതിന്. പ്രസവിക്കുന്നത് വരെ അവൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് തന്നിട്ട് അവൾ പോകുന്നു. അങ്ങനെയായിരുന്നില്ലേ? അതെ. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു സബിതേച്ചി? കുഞ്ഞിനെ തരില്ലെന്ന് ശ്രുതി പറഞ്ഞില്ലല്ലോ. അവൾ ഇപ്പോഴും സെഡേഷനിലാണ്. ബോധം തെളിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. ചേച്ചി സമാധാനമായിട്ടിരിക്കൂ. ദർശന അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, ഉണ്ണിയേട്ടന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ദർശനെ. ഇത്രയും നാൾ ശ്രുതിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവളാണ് ഞാൻ. അവൾക്ക് വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കി കൊടുത്തു, സുഖസൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു, അവളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്തു. ഒടുവിലെല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെ. നല്ല സങ്കടമുണ്ട് എനിക്ക്. സബിതയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സബിതേ, നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേയുള്ളൂ. കുഞ്ഞിനെ വേണമെന്ന് ശ്രുതി പറഞ്ഞാൽ നമുക്കതിനെ അവളിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റില്ല. അത് മനുഷ്യത്വവുമല്ല. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കൃഷ്ണനുണ്ണി നിസ്സഹായതയോട് പറഞ്ഞു. അതെനിക്ക് മനസ്സിലാകും ഉണ്ണിയേട്ടാ, ഞാൻ അത്ര ക്രൂരയൊന്നുമല്ല. പക്ഷേ നമ്മളെ വിഡ്ഢികളാക്കാനാണ് അവൾ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, സബിത ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊരു സംസാരത്തിന് ഒട്ടും പ്രസക്തിയില്ല. നേരം വിളിക്കട്ടെ, ഞാൻ ശ്രുതിയോട് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരുമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ കൂടെയേ ഞാൻ നിൽക്കൂ. നിങ്ങൾക്ക് വേണ്ടിയേ ഞാൻ വാദിക്കൂ. സമയം ഒരുപാടായി. വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഒന്നുറങ്ങാൻ ഇനി സമയമുണ്ട്. ദർശന അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞിനെ അവൾക്ക് കൊടുക്കരുത് ദർശനെ, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവൾ തയ്യാറല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണം. ഞാൻ വന്ന് അവളോട് സംസാരിക്കാം.
അത്ര വാശിയിലായിരുന്നു സബിത. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ല്, ഞാനും പോവാണ്. ഒന്നുറങ്ങിയാലേ നാളെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളിലും ഒരോർമ്മ വേണം, അത്രയേയുള്ളൂ. സബിതയും കൊണ്ട് കൃഷ്ണനുണ്ണി ഹോസ്പിറ്റലിന്റെ മുൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു. ഇടനാഴികൾ വിജനം. ഹോസ്പിറ്റൽ പൊതുവെ നിശബ്ദം. ചില സ്ഥലങ്ങളിൽ AC-യുടെ നേർത്ത മൂളൽ മാത്രം. കൃഷ്ണനുണ്ണി വാച്ചിലൊന്നു നോക്കി. 3 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഫ്ലഡ് ലൈറ്റ് ചെയ്ത പാർക്കിംഗ് ഏരിയയിൽ അവർക്ക് കാർ കണ്ടുപിടിക്കാൻ പ്രയാസം വന്നില്ല. ഡോറ് തുറന്ന് അകത്ത് കയറിയിരിക്കുമ്പോഴും രണ്ടുപേരും നിശബ്ദരായിരുന്നു. ഗ്ലാസ് നിറയെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. വൈപ്പർ ഓപ്പൺ ചെയ്ത് കൃഷ്ണനുണ്ണി അത് തുടച്ചു കളഞ്ഞു. സബിതയോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യവും അയാൾക്ക് മനസ്സിൽ തോന്നിയില്ല. അയാൾ കാറ് മുന്നോട്ടെടുത്തു. ഉണ്ണിയേട്ടാ, അവൾ പെട്ടെന്ന് വിളിച്ചു. എന്താ സബിതേ? സ്വരം കഴിയുന്നത്ര മൃദുവാക്കി അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ? ആ കുഞ്ഞിനെ നമുക്ക് അവകാശപ്പെട്ടതല്ലേ? അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് അവൾ ഈ നാട്ടിലേക്ക് വന്നത്. പക്ഷേ ദൈവം മുൻകൂട്ടി എന്തോ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നുപെട്ടത്, അല്ലേ? അതെ. സുദീപ് അവളോട് തെറ്റ് ചെയ്തു എന്നത് നേരാണ്. അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ച പോരെ? മതി. ഉണ്ണിയേട്ടൻ ആ കുഞ്ഞിനെ കണ്ടില്ലേ? അവനെപ്പോലെ തന്നെ. ആ കുഞ്ഞിനെ നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലാണ് അത് വളരേണ്ടത്. അവൾക്കും നല്ലതതാണ്. കല്യാണം കഴിക്കുമ്പോൾ കുഞ്ഞ് ഒരു ബാധ്യതയാവുകയുമില്ല. ശരിയാണ്. കൃഷ്ണനുണ്ണി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ സബിതയ്ക്ക് ആശ്വാസമായി. അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു. നേഴ്സ് കൈമാറിയ ചോരക്കുഞ്ഞിന്റെ മുഖം മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. നിശബ്ദമായി കൃഷ്ണനുണ്ണി ഒഴിഞ്ഞ റോഡിലൂടെ കാർ ഓടിച്ചു. എപ്പോഴോ ജയസുധ കണ്ണു തുറന്നു നോക്കി. മുറിയിൽ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു അപരിചിതത്വം അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവളുടെ ബോധത്തിലേക്ക് ഓർമ്മ കയറി വന്നു. ഇത് വീട്ടിലെ സ്വന്തം മുറിയല്ല, സുദീപേട്ടന്റെ മുറിയാണ്. ഇന്നലെ വളരെ വൈകിയാണ് ഉറങ്ങിയത്. സുദീപേട്ടനോട് ഒരുപാട് കലഹിക്കേണ്ടി വന്നു. ഒരുപാട് കരഞ്ഞു. കിടക്കയിൽ സുദീപേട്ടനില്ല. അവൾ എഴുന്നേറ്റിരുന്നു. സുദീപ് കസേരയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നത് അപ്പോൾ അവൾ കണ്ടു. ഇന്നലെ എന്തൊക്കെയാണ് സുദീപേട്ടനോട് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ. മുൻകോപം നിയന്ത്രിക്കണമെന്ന് അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും ക്ഷമിക്കും. പക്ഷേ നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കത് അസഹനീയമായി തോന്നും. അവൾ എഴുന്നേറ്റ് സുദീപിന്റെ അടുത്തേക്ക് ചെന്നു. ശാന്തമായി ഉറങ്ങുകയാണ്. മുടി നെറ്റിയിലേക്ക് വീണുകിടക്കുന്നു. വെളുത്ത കവിളുകളിൽ ഒരു ദിവസത്തെ വളർച്ചയുള്ള കുട്ടിരോമം. സുദീപേട്ടൻ സുന്ദരനാണ്. പല കൂട്ടുകാരികളും അസൂയപ്പെട്ട് കാണും. അവൾ അയാളുടെ ചുമലിൽ കൈവച്ചു. സുദീപേട്ട. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ഞാൻ. അയാൾ അവളെ പകച്ചു നോക്കി. എഴുന്നേക്ക്, ബെഡിൽ വന്ന് കിടക്ക്, നേരം വെളുക്കാറായി. അയാൾ എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നു. സുധേ, ഐ എം സോറി. ഇനി അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. കഴിഞ്ഞതു കഴിഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. നമുക്കത് പരസ്പരം മറക്കാം. ജയസുധയുടെ ഇരുചുമലുകളിലും കൈകൾ വെച്ച് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. യെസ്, എന്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്. എനിക്കത് മനസ്സിലായി. വഴക്കിട്ട് തുടങ്ങുന്ന സ്നേഹങ്ങൾക്ക് ആയുസ് കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടേതും അങ്ങനെയാകട്ടെ. സുദീപ് അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ശിരസിൽ ചുംബിച്ചു. ഏതോ സുഗന്ധം അപ്പോഴും അവളുടെ മുടിയിലുണ്ടായിരുന്നു. ജയസുധയെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അയാൾ ബെഡിലേക്ക് കിടന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് എന്റേത്, അവൾ പറഞ്ഞു. പെട്ടെന്ന് കോപിക്കുന്നവർ പെട്ടെന്ന് തണുക്കാറുമുണ്ട്. അതു നേരാ സുദീപേട്ട. അവൾ അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ വൈകിയതിന് അച്ഛനും അമ്മയും എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു. അത് എന്റെ വിഷമം കണ്ടിട്ടാ. സാരമില്ല, അവരോട് ഞാൻ സംസാരിച്ചോളാം. അവർ വെറുതെ സംസാരിച്ചു കിടന്നു. അയാളുടെ സ്നേഹലാളനകൾ അവളെ സന്തോഷിപ്പിച്ചു. പക്ഷെ എപ്പോഴും സുദീപിന്റെ മനസ്സിൽ ഇഷ ഉണ്ടായിരുന്നു. അവൾ മയക്കത്തിൽ നിന്ന് ഉണർന്നു കാണുമോ? ഉണരുമ്പോൾ നേഴ്സല്ലാതെ സ്വന്തക്കാർ ആരും കാണുകയില്ലല്ലോ. കുഞ്ഞിനെ കാണുമ്പോൾ അവൾക്ക് എന്ത് തോന്നും? അവൾ തന്റെ സാമീപ്യം കൊതിക്കുമോ? കുഞ്ഞിനെ അവൾ ഉണ്ണിയേട്ടനും സബിതേച്ചിക്കും കൊടുക്കുമോ? അവൾ പിന്നെ എവിടേക്കായിരിക്കും പോവുക? ഇന്ന് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവസരം കിട്ടുമോ? എന്തെന്നുണ പറഞ്ഞിറങ്ങും. പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ജയസുധ കൂടെ ഇറങ്ങുമോ? ഉണ്ണിയേട്ടനും സബിതേടത്തെയും ഇപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കുമോ? അതോ
അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവുമോ? വിളിച്ചു ചോദിച്ചാൽ അറിയാമായിരുന്നു. പക്ഷേ ജയസുധയുടെ മുമ്പിൽ വെച്ച് ഇനി ശ്രുതി എന്ന പേര് ഉച്ചരിക്കാൻ പോലും പാടില്ല. നമുക്ക് താഴേക്ക് പോയാലോ? 7 മണി കഴിഞ്ഞപ്പോൾ സുദീപ് ചോദിച്ചു. ഒത്തിരി നേരം ഇങ്ങനെ സുദീപേട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന എനിക്ക്. അവൾ പറഞ്ഞു, എങ്കിൽ ഇപ്പോ പോകണ്ട. പോകാം. ഒത്തിരി ലേറ്റായിട്ട് ചെന്നാ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കാൻ എനിക്ക് നാണം വരും. സുദീപ് ചിരിച്ചു. അതിനു മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നാലും അങ്ങനെ വെറുതെ നാണിക്കണ്ട. അയാൾ അവളുടെ ബ്ലൗസിന്റെ ഹുക്ക് വിരലുകൾ കൊണ്ട് പരതി. അയ്യോ വേണ്ട, നേരം വെളുത്തു. അവൾ അയാളെ തള്ളി മാറ്റി. എങ്കിലിനി രാത്രിയാകട്ടെ. അവൾ എഴുന്നേറ്റ് കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. ഡൈനിങ് റൂമിൽ കൃഷ്ണനുണ്ണിയും സബിതയും വിശ്വനാഥ പിള്ളയും സൗദാമിനിയമ്മയും ഉണ്ടായിരുന്നു. അവർ എന്തോ സംസാരിക്കുകയായിരുന്നു. സുദീപും ജയസുധയും ഇറങ്ങി വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് നിശബ്ദരായി. അവർ ആശങ്കയോടെ ജയസുധയുടെ നേർക്കു നോക്കി. 2 പേരുടെയും പ്രസന്നമായ മുഖങ്ങളാണെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. ഉണ്ണിയേട്ടനും സബിതയെടുത്തിയും ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു? പുഞ്ചിരിയോടെ ജയസുധ ചോദിച്ചു. 4 മണി കഴിഞ്ഞു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ജയെ. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അമ്മയും കുഞ്ഞും അപകടാവസ്ഥയിലായിരുന്നു. ഒടുവിൽ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ. ദർശന ഒരുപാട് കഷ്ടപ്പെട്ടു. സബിത പറഞ്ഞു. എന്ത് കുട്ടിയാണ്? പെൺകുട്ടി. ശ്രുതി ചേച്ചിയെ പോലെയാണോ? അതേന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടതല്ലേയുള്ളൂ. കൃഷ്ണനുണ്ണിയുടെ കണ്ണുകൾ സുദീപിന്റെ മുഖത്തേക്ക് നീണ്ടു ചെന്നു. കുഴപ്പമൊന്നുമില്ലെന്ന അർത്ഥത്തിൽ അയാൾ സുദീപിനെ കണ്ണടച്ച് കാണിച്ചു. ഇവർക്ക് ചായ കൊടുക്ക് സബിതയെ, സൗദാമിനിയമ്മ ഓർമ്മിപ്പിച്ചു. ഇരിക്കു ജയെ. സബിത അടുക്കളയിലേക്ക് പോയി. ജയസുധ പിന്നാലെ ചെന്നു. അവളുടെ വിഷമം മാറിയോ? വിശ്വനാഥ പിള്ള ചോദിച്ചു. മാറിയച്ച, അവളൊരു പാവം കുട്ടിയാ. അന്നേരത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു, അത്രയുള്ളൂ. സുദീപ് അവളെ പിന്താങ്ങി. എന്നാലും നീ ചെയ്തത് വലിയ ക്രൂരതയായിപ്പോയി മോനെ. ഒരു പെണ്ണും ക്ഷമിക്കത്തില്ലത്, സൗദാമിനിയമ്മ പറഞ്ഞു. പോട്ടമ്മേ, ഇനി അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. എല്ലാവർക്കും അവരുടേതായ ന്യായം കാണും. കൃഷ്ണനുണ്ണി ആ ചർച്ച തുടരാൻ ആഗ്രഹിച്ചില്ല. പിന്നെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഉച്ചയ്ക്ക് ഊണുണ്ടാക്കാൻ സബിതയും സൗദാമിനിയമ്മയും ജോലിക്കാരി പെണ്ണും ഉത്സാഹിച്ചു. സഹായിക്കാൻ ജയസുധ ചെന്നെങ്കിലും അവർ അവളെ കൂടെ കൂട്ടിയില്ല. സുദീപിന്റെ ഒപ്പമായിരുന്നു. അതിനാൽ അവൾ സകല സമയത്തും. ദർശനെ വിളിച്ച് ഇഷയെക്കുറിച്ച് അന്വേഷിക്കാൻ അത് കാരണം അയാൾക്ക് അവസരം കിട്ടിയില്ല. നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ ജയസുധ ചോദിച്ചു. എവിടെ? സുദീപേട്ടന്റെ കൂടെ ചുറ്റിയടിക്കാൻ ഒരു കൊതി. അയാൾ പെട്ടെന്ന് തയ്യാറായി. ഷോപ്പിംഗ്? അയാൾ ചോദിച്ചു. ഓക്കെ. അവൾ പുഞ്ചിരിയോടെ ഒന്ന് മൂളി. കാറെടുത്ത് അവർ പുറപ്പെട്ടു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. എനിക്ക് ശ്രുതി ചേച്ചിയെയും കുഞ്ഞിനെയും കാണണം. ടൗണിലെത്തിയപ്പോൾ ജയസുധ പറഞ്ഞു. കാറിന്റെ ബ്രേക്കിൽ പെട്ടെന്ന് സുദീപിന്റെ കാലമർന്നു. കുഞ്ഞിനെ ജയസുധ കണ്ടാൽ? എന്റെ ദേഷ്യമൊക്കെ മാറി സുദീപേട്ട, എന്നെ കൊണ്ടുപോവില്ലേ? അയാളുടെ മുഖത്തെ മാറ്റം കണ്ട് അവൾ ചോദിച്ചു. കൊണ്ടുപോകാം. ദുർബലമായിരുന്നു സുദീപിന്റെ സ്വരം. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാർ ഓടി. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു, പെട്ടെന്ന് ജയസുധ പറഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എന്താണെന്ന മട്ടിൽ മുഖം തിരിച്ച് സുദീപ് അവളെ ഒന്ന് നോക്കി. ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിവരം അറിയിച്ചോ? ഈ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം കാണും. അത് പിന്നെ അറിയിച്ചാൽ അയാൾ വരാതിരിക്കുമോ? ഉണ്ണിയേട്ടൻ വിളിച്ചു പറഞ്ഞു കാണും. സുദീപ് വെറുതെ പറഞ്ഞു. ദുബായിൽ എഞ്ചിനീയറാ കക്ഷി. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജയകൃഷ്ണൻ എന്നാണ് പേര്. പാവമിഷ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ ജയകൃഷ്ണൻ എന്നൊരു ഭർത്താവിനെ സ്വയം സൃഷ്ടിച്ചിരിക്കുന്നു. ശ്രുതിയെ കാണുന്നതിൽ നിന്ന് ജയസുധിയെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു അപ്പോഴും സുദീപിന്റെ ചിന്ത. അത് കാരണം അയാൾ കഴിയുന്നത്ര വേഗത കുറച്ചാണ് ഡ്രൈവ് ചെയ്തത്. ജയസുധ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉണ്ണിയേട്ടനും സബിതയെടുത്തേക്കും സ്വീകരിക്കാൻ കഴിയില്ല. മറ്റു വല്ലവരുടെയും കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും അവൾ അതിനെ തിരിച്ചറിയും. എന്താണൊരു വഴി? ഒരു പക്ഷേ ദർശന ചേച്ചിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ? സുദീപ് പെട്ടെന്ന് റോഡിന്റെ ഓരം ചേർത്ത് കാർ നിർത്തി. എന്താ സുദീപേട്ടാ? മനസ്സിലാവാതെ ജയസുധ ചോദിച്ചു. ഞാൻ ദർശന ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പോൾ ശ്രുതിയെയും കുഞ്ഞിനെ കാണാൻ സാധിക്കുമോ എന്നറിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. അയാൾ മൊബൈൽ എടുത്ത് ഡോക്ടർ ദർശനയുടെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിച്ചു എന്നല്ലാതെ ദർശന കോൾ എടുത്തില്ല. സുദീപിന്റെ മുഖം കണ്ടപ്പോൾ ജയസുധയ്ക്ക് കാര്യം മനസ്സിലായി. കിട്ടിയില്ലേ? ഇല്ല, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. വീണ്ടും വിളിച്ചിട്ട് ദർശന ചേച്ചിയെ കിട്ടിയില്ലെങ്കിൽ തന്നെ കിട്ടിയെന്ന് നടിച്ച് സംസാരിക്കാം. ഒബ്സർവേഷന് വേണ്ടി ശ്രുതിയെയും കുഞ്ഞിനെയും വേറെ വാർഡിലേക്ക് മാറ്റിയെന്നും ഇന്ന് സന്ദർശകരെ അനുവദിക്കില്ലെന്നും ദർശന ചേച്ചി പറഞ്ഞതായി പറയാം. ജയസുധ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു.
അത് കാരണം കള്ളത്തരം അഭിനയിക്കാൻ സുദീപിന് ധൈര്യം വന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം, കാണാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോന്നാ മതിയല്ലോ, അവൾ പറഞ്ഞു. ശരിയാ, അതാ നല്ലത്. അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. കാറ് വീണ്ടും ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടി. കുഞ്ഞിനെ ഉണ്ണിയേട്ടനും സബിതേടതിക്കും കിട്ടാൻ പാടില്ലെന്ന് ദൈവം തീരുമാനിച്ചു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സുദീപിന് തോന്നി. ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഒരു ആശുപത്രി സന്ദർശനം, അതും സ്വന്തം ഭർത്താവിന് ജനിച്ച കുഞ്ഞിനെ കാണാൻ. പാവം ജയസുധ ഒന്നും അറിയുന്നില്ല. അയാൾ ചിന്തിച്ചു. ഗൈനക്കോളജി വാർഡിലേക്കാണ് അവർ പോയത്. തലേ രാത്രിയിൽ ഇഷ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇന്ന് വാർഡിലേക്ക് മാറ്റിക്കാണും. അവൾ തനിച്ച്. അവർ ഡ്യൂട്ടി നഴ്സിന്റെ മുറിയിലേക്ക് ചെന്നു. സിസ്റ്റർ, ഇന്നലെ സിസേറിയൻ കഴിഞ്ഞ ശ്രുതിയെ വാർഡിലേക്ക് മാറ്റിയോ? സുദീപ് ചോദിച്ചു. ഉവ്, 17 താങ്ക് യു. അവർ 17 നമ്പർ മുറി നോക്കി ചെന്നു. ഇടനാഴിയുടെ അറ്റത്ത് ഇടതുവശത്തെ മുറിയായിരുന്നു 17. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. സുദീപ് കതകിൽ മൃദുവായി ഒന്ന് മുട്ടി. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. തുറക്ക് സുദീപേട്ടാ, ജയസുധ പറഞ്ഞു. ഡോർ ഹാൻഡിൽ മെല്ലെ തിരിച്ച് അയാൾ വാതിൽ തുറന്നു. ഇഷ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. സുദീപിനെയും ജയസുധയെയും കണ്ട് അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതൊരു വാടിയ ചിരിയായിരുന്നു. ചേച്ചി ഒറ്റയ്ക്കേയുള്ളോ? വീട്ടിൽ നിന്നാരും ഇതുവരെ വന്നില്ലേ? ആശ്ചര്യത്തോടെ ജയസുധ ചോദിച്ചു. എനിക്കങ്ങനെ ആരുമില്ല ജയേ. ഇഷ അപ്പോൾ സുദീപിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അച്ഛനും അമ്മയും പണ്ടേ മരിച്ചു. ബ്രദേഴ്സുമില്ല, സിസ്റ്റേഴ്സുമില്ല. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. കുഞ്ഞെവിടെ എന്നായിരുന്നു സുദീപിന്റെ നോട്ടം. ആരാണതിനെ കൊണ്ടുപോയത്? എങ്ങോട്ടാണ് മാറ്റിയത്? അതോ? കസേര നീക്കിയിട്ട് ഇഷയുടെ അടുത്ത് ജയസുധയിരുന്നു. ചേച്ചി പിന്നെ തനിച്ചെങ്ങനെ? ഹസ്ബൻഡിനെ അറിയിച്ചില്ലേ? നാളെ വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഹസ്ബൻഡിന്റെ വീട്ടുകാർ? അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട്. പക്ഷേ അവരാരും നാട്ടിലില്ല. അതു സാരമില്ല. ഡോക്ടർ ദർശനയുടെ പേഷ്യന്റ് ആയതുകൊണ്ട് എനിക്കിവിടെ നല്ല പരിഗണന കിട്ടുന്നുണ്ട്. അപ്പോഴാണ് സുദീപിന്റെ മൊബൈലിൽ ഒരു കോള് വന്നത്. എടുത്തു നോക്കിയപ്പോൾ ജയസുധയുടെ അമ്മ ഇന്ദിരയാണ് വിളിക്കുന്നത്. ഹലോ അമ്മേ. അയാൾ കോൾ എടുത്തു. എവിടാ മോനെ നിങ്ങളിപ്പോ? വീട്ടിൽ വിളിച്ചപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറുതെ ടൗണിലേക്ക് വന്നതാണമ്മേ. ഇപ്പോൾ ശ്രുതിയെ കാണാൻ ഹോസ്പിറ്റലിലാണ്, സുദീപ് പറഞ്ഞു. ശ്രുതി പ്രസവിച്ച കാര്യം അമ്മ പറഞ്ഞറിഞ്ഞു. ജയ്ക്ക് ഫോണൊന്ന് കൊടുക്കാമോ? പിന്നെന്താ, കൊടുക്കാമല്ലോ. അമ്മയാണെന്ന് പറഞ്ഞ് അയാൾ ജയസുധയ്ക്ക് മൊബൈൽ കൈമാറി. ഹലോ, എന്താ അമ്മേ? മൊബൈൽ ചെവിയിൽ ചേർത്തു പിടിച്ചുകൊണ്ട് ജയസുധ പുറത്ത് ഇടനാഴിയിലേക്ക് ഇറങ്ങിപ്പോയി. സുദീപ് ഉടൻ തന്നെ കസേരയിലേക്കിരുന്നു. ഇഷ, അവളുടെ കണ്ണുകളിൽ നോക്കി അയാൾ വിളിച്ചു. എന്താ സുദീപ്? ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. അയാളുടെ കണ്ണുകളിൽ നിന്ന് അവൾ കണ്ണുകൾ എടുത്തതേയില്ല. എന്നോടിപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട് അല്ലേ? എന്തിന്? ആരോരുമില്ലാതെ തനിച്ചിങ്ങനെ ഈ സമയത്ത്? ഞാൻ തനിച്ചല്ലല്ലോ. കുഞ്ഞെവിടെ? പീഡിയാട്രീഷ്യനെ കാണിക്കാൻ സിസ്റ്റർ വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. സുദീപിന്റെ സൗന്ദര്യമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അയാൾ പുഞ്ചിരിച്ചു. ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാ പോയതല്ലേ? രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ ദർശന ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കാണാതെ പോകാൻ തോന്നിയില്ല. അതുവരെ ജയസുധയെ കാത്തിരുത്തിയത് കഷ്ടമായിപ്പോയി. അതിന് ഞാൻ അവളോട് സോറി പറഞ്ഞു. ഞാനാണെങ്കിൽ ക്ഷമിക്കത്തില്ലായിരുന്നു, ഇഷ പറഞ്ഞു. അവൾ ഒരു പാവമാണ്. എല്ലാം കൊണ്ടും ജയസുധയാണ് നിനക്ക് യോജിച്ച പെണ്ണ്. ഇഷ, ഒരു തർക്കത്തിനുള്ള സമയമല്ലിത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, അതാണ് നല്ലത്. ജയസുധ കയറി വരും. അവൾക്ക് സംശയമൊന്നും തോന്നണ്ട. ഇഷ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. എഴുന്നേൽക്കും മുമ്പ് അയാൾ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. സുദീപ്, അവൾ ശാസനയോടെ വിളിച്ചു. എന്റെ കുഞ്ഞിന്റെ അമ്മയ്ക്കുള്ള സ്നേഹസമ്മാനം തന്നില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല. അവൾ പുഞ്ചിരിച്ചു. അയാൾ മുറിയിൽ നിന്നിറങ്ങി ഇടനാഴിയിലേക്ക് ചെന്നു. ജയസുധ അപ്പോഴും ഫോൺ സംസാരം അവസാനിപ്പിച്ചിരുന്നില്ല. ശരി അമ്മേ, സുദീപേട്ടനോട് ഞാൻ പറയാം, എന്നിട്ട് വിവരം അറിയിക്കാം, അയാളെ കണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് കോള് കട്ട് ചെയ്തു. എന്താണ്? അയാൾ തിരക്കി. നമ്മൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുമോ എന്ന്? നാളെ ചൊവ്വയല്ലേ? ഒന്നുകിൽ ഇന്ന് ചെല്ലണം, അല്ലെങ്കിൽ മറ്റന്നാൾ. ഇന്ന് തന്നെ പോകാം, അയാൾ സമ്മതിച്ചു. താങ്ക്സ് സുദീപേട്ട. അവൾക്ക് സന്തോഷമായി. അവർ വീണ്ടും ഇഷയുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ഇറങ്ങുകയാ ചേച്ചി. കുഞ്ഞിനെ കാണാൻ നാളെ വരാം, ജയസുധ പറഞ്ഞു. ഇഷ തല കുലുക്കി.
സുദീപ് കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു. അവൾ ഇമയൊന്ന് ചലിപ്പിച്ചു. മുറിയിൽ നിന്നിറങ്ങി സുദീപും ജയസുധയും വാതിൽ ചേർത്തടച്ചു. ഡോക്ടർ ദർശനയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് കാർ നിന്നു. സബിതയാണ് ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങിയത്. ദർശനയുടെ കാർ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. ആൾ വീട്ടിലുണ്ട്. വിളിച്ചു ചോദിച്ചപ്പോൾ ഉച്ചകഴിഞ്ഞ് വരാനാണ് അവൾ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ വന്നില്ലെങ്കിൽ വീട്ടിലുണ്ടാവും. മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. എങ്കിലും കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ കൃഷ്ണനുണ്ണി വിരലമർത്തി. ഉള്ളിൽ മണിനാഥം മുഴങ്ങി. അവർ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ ദർശന സ്റ്റെയർകേസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബെല്ല് കേട്ടപ്പോൾ തന്നെ തോന്നി നിങ്ങൾ രണ്ടുപേരുമായിരിക്കുമെന്ന്. ഇരിക്കു സബിത ചേച്ചി. കൃഷ്ണനുണ്ണിയും സബിതയും സെറ്റിയിലിരുന്നു. എതിർവശത്ത് ദർശനയും. ഹോസ്പിറ്റലിൽ വെച്ച് സ്വസ്ഥമായി സംസാരിക്കാൻ സൗകര്യം കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായി. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ദർശനയും യോജിച്ചു. രാവിലെ സുദീപും ജയസുധയും ശ്രുതിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. കൃഷ്ണനുണ്ണി പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഭാഗ്യത്തിന് അപ്പോൾ കുഞ്ഞ് അവിടെയില്ലായിരുന്നു. റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി പീഡിയാട്രീഷ്യനെ കാണിക്കാൻ കൊണ്ടുപോയതായിരുന്നു. അതും നന്നായി. ദർശൻ ഒരു നിമിഷം നിശബ്ദയായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവം നടന്നാൽ ആ വിവരം 21 ദിവസത്തിനകം മുനിസിപ്പൽ ഓഫീസിൽ അറിയിക്കണമെന്നൊരു നിയമമുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ അറിയിക്കും. അമ്മയുടെ പേര് ശ്രുതി എന്നായിരിക്കും. പിന്നെ അവൾ പറഞ്ഞു. അത് പ്രശ്നമാകുമല്ലോ ദർശനെ. പെട്ടെന്ന് സബിത പറഞ്ഞു. അതെന്താ? സ്കൂൾ അഡ്മിഷൻ സമയത്ത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെ പേര് ശ്രുതി, എന്റെ പേര് സബിത. അതെ, അക്കാര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരെയും കാണണമെന്ന് ഞാൻ പറഞ്ഞത്. 2-3 ദിവസത്തിനകം മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് ഉണ്ണിയേട്ടൻ ഒരു ജനനം രജിസ്റ്റർ ചെയ്യണം. അമ്മയുടെ പേര് സബിത, അച്ഛൻ കൃഷ്ണനുണ്ണി. പക്ഷേ ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ജനനം രജിസ്റ്റർ ചെയ്യുമോ? കൃഷ്ണനുണ്ണി സംശയിച്ചു. പ്രസവം വീട്ടിൽ വെച്ചാണ് നടന്നത്. തികച്ചും നോർമൽ. ദർശന പറഞ്ഞു. മനസ്സിലായി. ആവശ്യം വരുമ്പോൾ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. താങ്ക്സ് ദർശന. ആ ബുദ്ധി ഞങ്ങൾക്ക് പോയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? കുഞ്ഞിനെ തരാൻ ശ്രുതി തയ്യാറാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞു മതി നമ്മൾ പറഞ്ഞത്. സബിത ഞെട്ടി. അവൾ വാക്കുമാറുമോ? ഇന്ന് തന്നെ ഞാൻ ശ്രുതിയോട് സംസാരിക്കാം, എന്നിട്ട് അറിയിക്കാം. ആശങ്ക നിറഞ്ഞ മനസ്സോടെയാണ് സബിതയും കൃഷ്ണനുണ്ണിയും മടങ്ങിയത്. അന്ന് വൈകുന്നേരം ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം ഡോക്ടർ ദർശന ഇഷയെ കാണാനെത്തി. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് പ്രസാദം നിറഞ്ഞ മുഖത്തോടെ അവൾ മുലയൂട്ടുകയായിരുന്നു. അപ്പോൾ ദർശനയെ കണ്ട് അവൾ മന്ദഹസിച്ചു. ശ്രീവത്സത്തെ കോളിംഗ് ബെൽ അടിയുന്നത് കേട്ടു. അപ്പോഴേക്ക് വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും സ്വീകരണ മുറിയിലേക്ക് വന്നു. മോളെ കാണഞ്ഞ് രണ്ടുപേർക്കും ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല അല്ലേ? ചിരിയോടെ വിശ്വനാഥ പിള്ള ചോദിച്ചു. അല്ല സാറേ, ദൂരെയൊന്നുമല്ലല്ലോ, എപ്പ വേണേലും വന്ന് കാണാമല്ലോ. രാവിലെ വീട്ടിലല്ലായിരുന്നു ഞാൻ. രജിസ്റ്റർ ഓഫീസിൽ വരെ ഒന്ന് പോകേണ്ടി വന്നു. ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയേ. എന്താ രജിസ്റ്റർ ഓഫീസിൽ വിശേഷിച്ച്? സൗദാമിനി അമ്മ ചോദിച്ചു. കല്യാണം പ്രമാണിച്ച് എന്റെ അനിയൻ സതീഷ് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അച്ഛൻ മരിച്ചിട്ടിപ്പോ വർഷം 2 കഴിഞ്ഞു. കുടുംബവസ്തു ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങൾ 2 മക്കളല്ലേയുള്ളൂ. ലീവ് തീരുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് തീർപ്പാക്കിയിട്ട് പോണമെന്ന് സതീഷിന് ആഗ്രഹം. അത് നല്ലത് തന്നെ. എന്റെ കണ്ണടിയുന്നതിന് മുമ്പ് കൃഷ്ണനുണ്ണിയുടെയും സുദീപിന്റെ കാര്യം തീർപ്പാക്കണം. ആർക്ക് എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. സംസാരം കേട്ട് സുദീപ് കോണിപ്പടി ഇറങ്ങി വന്നു. അല്ല, അച്ഛനും അമ്മയുമായിരുന്നോ? ഞങ്ങൾ നാളെ രാവിലെ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അയാൾ പറഞ്ഞു. അത് മതി. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് വേണ്ട. കൃഷ്ണനുണ്ണിയില്ലേ? ഉണ്ണിയേട്ടൻ ഓഫീസിൽ പോയി. സബിതയെടുത്തി സ്കൂളിലും. ജയസുധ ചായ ഉണ്ടാക്കാൻ ഓടി. അവർ സംസാരിച്ചിരുന്നു. ജപ്പാനിലെ പ്രോജക്റ്റ് തീർത്തിട്ടല്ലേ സുദീപ് വന്നത്? അരവിന്ദാക്ഷൻ ചോദിച്ചു. അതെ. ഇനി അങ്ങോട്ട് പോകേണ്ട. അടുത്ത മാസം ബാംഗ്ലൂരിൽ ചെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യണം. 2 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ്സിലേക്ക് പോകും. ജയസുധയെ ഒപ്പം കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പാസ്പോർട്ടൊക്കെ മോള് നേരത്തെ എടുത്തു വെച്ചത് ഉപകാരമായി. ജയസുധ ചായ കൊണ്ടുവന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞു പോയി. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകണമല്ലോ മോനെ. ശ്രുതിയെയും കുഞ്ഞിനെയും കാണണം. സുദീപിനോട് സൗദാമിനി പറഞ്ഞു. അത് അപകടമാണ്. അച്ഛനും അമ്മയും കുഞ്ഞിനെ ചെന്ന് കണ്ടാൽ അതിനെ പിന്നെ എങ്ങനെ ഉണ്ണിയേട്ടനും സവിതയെടുത്തിയും വീട്ടിലേക്ക് കൊണ്ടുവരും? ഏതോ പെണ്ണ് പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ
ദർശന ചേച്ചി എടുത്തു കൊടുത്തതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? കുഞ്ഞിനെ അവർ തിരിച്ചറിയില്ലേ? നാളെ രാവിലെ പോയാൽ മതിയോ അമ്മേ? ഞാനും ജയയും കൂടി പുറത്തേക്കൊന്ന് പോവുക. കാറ് ഞങ്ങൾക്ക് വേണമായിരുന്നു, അവൻ പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ വരട്ടെ സുദീപേട്ട. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. അത് കഴിഞ്ഞ് വന്ന് അവരെ കൊണ്ടുവന്നാൽ മതിയല്ലോ, ജയസുധ വേറൊരു വഴി പറഞ്ഞു. വേണ്ട മോളെ, നിങ്ങൾ പോയിട്ട് വാ, വിശ്വനാഥ പിള്ള ഒഴിഞ്ഞു. സുദീപിനും ജയസുധയ്ക്കും കാർ ആവശ്യം വരുമായിരുമെന്ന് വിചാരിച്ച് അന്ന് ബൈക്കിലാണ് കൃഷ്ണനുണ്ണി ഓഫീസിലേക്ക് പോയത്. സബിത അന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ രണ്ടുപേരും ടൗണിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കുളി കഴിഞ്ഞ് അവൾ പൂജാമുറിയിൽ ഇലവിളക്ക് കത്തിച്ച് ഒരു നുള്ളു ഭസ്മമെടുത്ത് നെറ്റിയിൽ വരച്ച് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് മൊബൈലിൽ ദർശനയുടെ വിളി വന്നത്. അടുത്ത് ആരെങ്കിലും ഉണ്ടോ ചേച്ചി? ഇല്ല ദർശന, എന്താണ്? ഉത്കണ്ഠയോടെ സബിത തിരക്കി. ഞാനിന്ന് ശ്രുതിയോട് സംസാരിച്ചു. കുഞ്ഞിനെ തരാൻ അവൾ വില്ലിങ്ങാണ്. ഏറിയാൽ 2 മാസം, അതിനുള്ളിൽ അവൾ നാടുവിടും. എന്റെ ഈശ്വര, അതുവരെ അവൾക്ക് രഹസ്യമായി താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കുറച്ച് ദൂരെയായാൽ നന്ന്, പക്ഷേ നമ്മുടെ കണ്ണെത്തെടുത്തുന്നതാണ് സേഫ്. ഉണ്ണിയേട്ടൻ വരുമ്പോ ഞാൻ പറയാം. ഇനി എത്രയും വേഗം മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് ജനറൽ രജിസ്റ്റർ ചെയ്യണം. വെച്ച് നീട്ടണ്ട, നാളെ തന്നെ പോകാം, സബിത പറഞ്ഞു. ശരി ചേച്ചി, ഞാനിപ്പോ ബിസിയാണ്. ഓക്കെ ദർശന, ഞാൻ വിളിക്കാം. കൃഷ്ണനുണ്ണി വരാനായി സബിത കാത്തിരുന്നു. അയാൾ വന്നപ്പോൾ 7 മണി കഴിഞ്ഞു. ഉണ്ണിയേട്ടാ, ദർശന വിളിച്ചിരുന്നു. അയാൾ വന്നപ്പോൾ തന്നെ അക്കാര്യം അവതരിപ്പിച്ചു. അവളുടെ മനസ്സു മാറുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്തായാലും അതുണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ ആ ചോരക്കുഞ്ഞിനെ കൊണ്ട് അവൾ എങ്ങോട്ട് പോകാനാ? അയാൾ ചോദിച്ചു. നമുക്ക് നാളെ തന്നെ മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് ജനറൽ രജിസ്റ്റർ ചെയ്യണം ഉണ്ണിയേട്ടാ. നാളെയോ? അതെ, വൈകിക്കേണ്ട എന്നാണ് ദർശന പറഞ്ഞത്. സബിത ചെന്ന് കലണ്ടറിൽ നോക്കി. 27 ഡേറ്റ്. അന്ന് മകമാണ് നക്ഷത്രം. മകം പിറന്ന മങ്ക. ഭാഗ്യവതിയാ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കൃഷ്ണനുണ്ണി ഒന്ന് ചിരിച്ചു. അച്ഛനുമില്ല അമ്മയുമില്ല, അതാണോ ഭാഗ്യം? നമ്മൾ രണ്ടുപേരും പിന്നെ ആരാണ്? അയാൾ ഒന്നും പറഞ്ഞില്ല. നാളെ ഞാൻ ലീവാണെന്ന് വിളിച്ചു പറഞ്ഞു സ്കൂളിൽ. എനിക്ക് നാളെ പോകാതെ പറ്റില്ല. ലേറ്റായിട്ടേ ചെല്ലൂ എന്ന് രാവിലെ വിളിച്ചു പറയണം. മുനിസിപ്പൽ ഓഫീസിൽ പോയിട്ട് ചെന്നാ മതി, അവൾ നിർബന്ധിച്ചു. കൃഷ്ണനുണ്ണി എതിർത്തില്ല. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും മുനിസിപ്പൽ ഓഫീസിലേക്ക് ബൈക്കിലാണ് പോയത്. അവിടെ ഓഫീസിൽ പരിചയക്കാരും ആരും ഉണ്ടാവരുതേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. അവർ ചെന്നപ്പോൾ ഓഫീസിൽ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ജനന മരണ രജിസ്ട്രേഷൻ കൗണ്ടറിൽ വെളുത്തു മെലിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ജനനം രജിസ്റ്റർ ചെയ്യാനാണ്. സബിത ചെന്ന് അവളോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പ് കാണുമല്ലോ, പെൺകുട്ടി അവളോട് പറഞ്ഞു. ഇല്ല, വീട്ടിൽ വെച്ചുള്ള പ്രസവമായിരുന്നു. ഓ. പെൺകുട്ടി അത്ഭുതത്തോടെ സബിതയെ നോക്കി. എന്നിട്ട് ഒരു അപേക്ഷാ ഫോറം എടുത്തു നീട്ടി. ഇത് ഫില്ല് ചെയ്ത് തന്നാ മതി. അപേക്ഷകൾ തയ്യാറാക്കാനും ഫോറം പൂരിപ്പിക്കാനുമായി മേശയും കസേരകളും ഉണ്ടായിരുന്നു. കൃഷ്ണനുണ്ണിയും സബിതയും കൂടി ചെന്ന് അവിടെ ഇരുന്നു. അച്ഛന്റെയും അമ്മയുടെയും പേര്, മേൽവിലാസം, പ്രസവം നടന്ന സ്ഥലം, ആസ്പത്രിയുടെ പേരും വിലാസവും, അല്ലെങ്കിൽ വീടിന്റെ വിശദാംശങ്ങൾ, പ്രസവം നടന്ന തീയതി, പെൺകുഞ്ഞോ അതോ ആൺകുഞ്ഞോ, ഒപ്പ്. ഒപ്പിടുണ്ണിയേട്ടാ. അവൾ ഫോറം അയാളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. കൃഷ്ണനുണ്ണി എല്ലാം ഒന്ന് വായിച്ചു നോക്കി. സബിതേ, നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ശരിയാണോ? വഞ്ചനയല്ലേ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. എന്ത് വഞ്ചന? അവൾക്ക് മനസ്സിലായില്ല. സർക്കാരിനോട് നമ്മൾ അസത്യം ബോധിപ്പിക്കുകയാണ്. ഒരന്വേഷണം ഉണ്ടായാൽ എല്ലാവരും ഇതറിയും. നമുക്ക് പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? സബിത അയാളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഉണ്ണിയേട്ടാ, നമ്മൾ വളരെ പാടുപെട്ടിട്ടാണ് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇവിടെ വഞ്ചനയുടെയും അസത്യത്തിന്റെയും ചോദ്യങ്ങളില്ല. ആ കുഞ്ഞ് സുദീപിന്റെ രക്തത്തിൽ പിറന്നതാണെങ്കിൽ ഉണ്ണിയേട്ടനും ആ കുഞ്ഞിൽ അവകാശമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നെ വിഷമിപ്പിക്കാതെ ഇവിടെ ഒപ്പിടൂ. കൃഷ്ണനുണ്ണി പിന്നെ മടിച്ചില്ല. അയാൾ പേരെഴുതി ഒപ്പിട്ടു. പെട്ടെന്ന് അയാളുടെ ചുമലിൽ ആരോ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ജയസുധയുടെ അച്ഛൻ അരവിന്ദാക്ഷൻ. എന്താ കൃഷ്ണനുണ്ണി ഇവിടെ? അയാൾ ചോദിച്ചു. കൃഷ്ണനുണ്ണിയുടെ മുഖം വിളറി. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം അയാളുടെ കയ്യിലിരുന്ന് വിറകൊണ്ടു. ഞങ്ങൾ എന്തു പറയണമെന്നറിയാതെ കൃഷ്ണനുണ്ണി നിന്ന് പരിങ്ങി. സബിത പെട്ടെന്ന് അപകടമണത്തു. അതിങ്ങ് താണിയേട്ടാ, ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം. അവൾ കൃഷ്ണനുണ്ണിയുടെ കയ്യിൽ നിന്ന് ജനറൽ രജിസ്റ്റർ ഫോം പിടിച്ചു വാങ്ങി. പ്രൊഫഷണൽ ടാക്സ് അടച്ചതിൽ പിശകുണ്ടെന്ന് കാണിച്ച് ഇവിടുന്ന് സ്കൂളിലേക്കൊരു മെമ്മോ വന്നു. അതേക്കുറിച്ച് അറിയാൻ വന്നതാ. അവൾ പെട്ടെന്ന് ഒരു കാരണം കണ്ടുപിടിച്ചു. ക്ലാർക്കിന്റെ തെറ്റുപറ്റിയാലും നമുക്കാണ് ശിക്ഷ.
എനിക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് സബിതേ, അരവിന്ദാക്ഷൻ പറഞ്ഞു. കൃഷ്ണനുണ്ണി ആശ്വാസത്തോടെ സബിതയെ നോക്കി. സാർ എന്താ വന്നത്? സബിത തിരക്കി. അനിയൻ ലീവ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഭാഗപത്രം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യണം. അതിന് അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. എങ്കിൽ സാർ അത് കൊടുത്താട്ടെ. ഞങ്ങൾ ടാക്സിന്റെ സെക്ഷനിലൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം, സബിത പറഞ്ഞു. എത്ര അനായാസമായിട്ടാണ് അവളുടെ നാവിൽ നുണകൾ വിരിയുന്നത്. കൃഷ്ണനുണ്ണി അത്ഭുതപ്പെട്ടു. അവർ കാറിനടുത്തേക്ക് നടന്നു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. നമുക്ക് പോയേക്കാം. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല സബിതേ. അതിനൊക്കെ നല്ല ധൈര്യം വേണം. കള്ളസത്യവാങ്മൂലം കൊടുക്കാൻ, അയാൾ പറഞ്ഞു. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ജയസുധയുടെ അച്ഛൻ പോകുന്നതുവരെ നമ്മൾ കാറിലിരിക്കുന്നു. അതുകഴിഞ്ഞ് നമ്മൾ വന്ന കാര്യം സാധിക്കുന്നു. കൃഷ്ണനുണ്ണി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഉണ്ണിയേട്ടൻ എന്റെ കൂടെ വന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. രണ്ടുപേരും കാറിൽ കയറിയിരുന്നു. അരമണിക്കൂറോളം അവർക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. അരവിന്ദാക്ഷൻ പോയി കഴിഞ്ഞ് സിംഗിൾ വിൻഡോ കൗണ്ടറിൽ ചെന്ന് അവർ പെൺകുഞ്ഞിന്റെ ജനനം രജിസ്റ്റർ ചെയ്തു. അമ്മ KR സബിത, അച്ഛൻ PV കൃഷ്ണനുണ്ണി. തീയതി മെയ് 17. ജനനസ്ഥലം ശ്രീവത്സം. രജിസ്ട്രേഷൻ നടന്നതിന്റെ കമ്പ്യൂട്ടർ പ്രിന്റൌട്ട് രസീത് കൗണ്ടറിലുണ്ടായിരുന്ന പെൺകുട്ടി കൃഷ്ണനുണ്ണിക്ക് കൊടുത്തു. സർട്ടിഫിക്കറ്റിനായി വരുമ്പോ ഈ രസീത് കൊണ്ടുവരണം. 20 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും, അവൾ പറഞ്ഞു. അയാൾ തലകുലുക്കി. കൃഷ്ണനുണ്ണിയുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടായിരുന്നില്ല. ഇല്ലാത്ത കാര്യമുണ്ടെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. വഞ്ചനയാണിത്. സബിത സന്തോഷവതിയായിരുന്നു. ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി എന്ന് അവൾ വീണ്ടും മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് പല കടമ്പകളും കടക്കേണ്ടതുണ്ട്. അതത്ര നിസ്സാരമല്ല. വീട്ടിൽ ദത്തെടുക്കലിന്റെ കാര്യം അവതരിപ്പിക്കണം. അവരുടെ അംഗീകാരം വാങ്ങണം. കുഞ്ഞിനെ ശ്രുതിയുടെ സമ്മതത്തോടെ കൈപ്പറ്റണം. ആർക്കും ഒരു സംശയമുണ്ടാകാതെ എല്ലാം നടപ്പിലാക്കണം. അവൾക്ക് കൃഷ്ണനുണ്ണിയുടെ കാര്യത്തിലായിരുന്നു ഭയം. ധൈര്യമില്ലാത്തവനാണ്. സബിത തലതിരിച്ച് കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കി. ആലോചനയിൽ മുഴുകി കാർ ഓടിക്കുകയായിരുന്നു അയാൾ. ഉണ്ണീട്ടാ, കാര്യം വീട്ടിൽ അവതരിപ്പിക്കണ്ടേ? അവൾ ചോദിച്ചു. ഇന്ന് തന്നെ പറഞ്ഞാലോ? അത്ര തിടുക്കം കാട്ടണോ? അവൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വിസ കിട്ടിയ ഉടൻ പോകും. ചിലപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. നേരത്തെ എല്ലാം പറഞ്ഞു വെക്കുന്നതാണ് സേഫ്. അയാൾ മിണ്ടിയില്ല. ഞാൻ സംസാരിച്ചോളാം. ഉണ്ണിയേട്ട സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അവർ വീട്ടിൽ ചെന്നപ്പോൾ സുദീപും ജയസുധയും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർ വന്നിട്ട് മതി കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് സബിതയ്ക്ക് തോന്നി. ഇനി ജയസുധയും ഈ വീട്ടിലെ അംഗമാണ്. ഉച്ചയായി സുദീപും ജയസുധയും വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. പറ്റിയ സമയമായിരുന്നു അത്. പക്ഷെ എന്തുകൊണ്ടോ സബിതയ്ക്ക് ധൈര്യം വന്നില്ല. ഊണ് കഴിഞ്ഞ് സുദീപും ജയസുധയും സൗദാമിനിയമ്മയും മാത്രമായപ്പോൾ സബിത മെല്ലെ വിഷയത്തിലേക്ക് കടന്നു. ചെക്കപ്പിന് ചെന്നപ്പോ ദർശൻ ഒരു കാര്യം പറഞ്ഞമ്മേ. സൗദാമിനിയമ്മ മുഖം തിരിച്ച് അവളെ നോക്കി. ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം, അതിന് ഒട്ടും സാധ്യതയില്ല. സൗദാമിനിയമ്മയുടെ മുഖത്ത് മ്ലാനത പരന്നു. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും മോളെ. ഒക്കെ ദൈവത്തിന്റെ കയ്യിലാ. കല്യാണം കഴിഞ്ഞ് 13 വർഷത്തിനു ശേഷമാ എന്റെ ചെറിയമ്മ പ്രസവിച്ചേ. ഒക്കെ സമയമാകുമ്പോൾ നടക്കും. അവർ സബിതയെ സമാധാനിപ്പിച്ചു. പക്ഷേ അനന്തമായി കാത്തിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന ഉണ്ണിയേട്ടന്റെ അഭിപ്രായം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം ദർശനയോട് ഉണ്ണിയേട്ടൻ സംസാരിച്ചു. ഒരുപാട് നിയമപ്രശ്നങ്ങൾ വരും. അഡോപ്ഷൻ അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിൽ, സുദീപ് പറഞ്ഞു. ദർശനയും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവളൊരു കുറുക്ക് വഴിയും പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ ജയസുധയ്ക്ക് കൗതുകമായി. എന്തായിടത്തി അത്? ഇത്തിരി വഴിവിട്ട പ്രവൃത്തിയാ. ഹോസ്പിറ്റലിൽ വിവാഹം കഴിയാത്ത സ്ത്രീകൾ പ്രസവിക്കാൻ വരാറുണ്ട്. പ്രസവം കഴിഞ്ഞ് പലപ്പോഴും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണത്രേ അവർ പോകാറുള്ളത്. കാര്യം മനസ്സിലായതുപോലെ സൗദാമിനിയമ്മ തലകുലുക്കി. അതെന്ത് ക്രൂരതയാ! സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ. ജയസുധയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതാണ് മോളെ ലോകം. നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു കുഞ്ഞിനെ തരാമെന്നാ ദർശന പറഞ്ഞത്. റിസ്ക് അല്ലേ എടുത്തി? അച്ഛനോ അമ്മയോ പിന്നീടെപ്പോഴെങ്കിലും അന്വേഷിച്ചു വന്നാലോ? ജയസുധ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം കള്ളപ്പേരിലായിരിക്കും ആ സ്ത്രീ അഡ്മിറ്റ് ആകുന്നത്. സബിത പറഞ്ഞു വന്നത് എന്താണെന്ന് സുദീപിന് മനസ്സിലായിരുന്നു. ദർശന ചേച്ചിയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുന്നത് തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ കുഞ്ഞ് ഉണ്ണിയേട്ടന്റെ സബിതയെടുത്തിയാണ് ആണെന്ന് തോന്നണം, അയാൾ പറഞ്ഞു. അതെ, കാഴ്ചയിൽ നമ്മുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് തോന്നണം. സൗദാമിനിയമ്മയും അത് ശരിവച്ചു. എങ്കിൽ ഇക്കാര്യം ദർശനെ വിളിച്ചറിയിക്കാൻ ഞാൻ ഉണ്ണിയേട്ടനോട് പറയാം. സുദീപിനെയും കൊണ്ട് ജയസുധ മുകളിലേക്ക് പോയി. സുദീപേട്ട,
എനിക്കെന്തോ പേടി പോലെ. അവൾ പറഞ്ഞു. സബിതയെടുത്തിയെപ്പോലെ. പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അയാൾ അവളുടെ വായ പൊത്തി. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്റെ ജയ്ക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണം? എന്നോട് പറ. അവൾ അയാളുടെ മാറിലേക്ക് മുഖമൊളിപ്പിച്ചു. ഡോക്ടർ ദർശനയുടെ വൈകുന്നേരത്തെ ഒ പി ഡ്യൂട്ടി തുടങ്ങുന്നത് 4:30 മണിക്കായിരുന്നു. പക്ഷേ ദർശന അന്ന് 15 മിനിറ്റ് നേരത്തെ ഹോസ്പിറ്റലിൽ വന്നു. ശ്രുതിയെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അവൾ പതിവിലും നേരത്തെ വന്നത്. വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. കതികൾ ചെറുതായി മുട്ടിയിട്ട് അവൾ മുറിയിലേക്ക് കയറി ചെന്നു. കുഞ്ഞ് ഗാഠനിദ്രയിലായിരുന്നു. അമ്മ എന്തോ ഗഹനമായ ചിന്തയിലും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ദർശനയെ കണ്ട് ഇഷ പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്നു. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. മോള് പാല് കുടിച്ച് നല്ല ഉറക്കത്തിലാണ്. ഗുഡ്. നാളെ കഴിഞ്ഞ് ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യും. അതേക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോ വന്നത്. കസേര ബെഡിനടുത്തേക്ക് നീക്കിയിട്ട് ദർശന ഇരുന്നു. പക്ഷെ ഇവിടെ നിന്ന് വിട്ടാ ഞാൻ എങ്ങോട്ട്? സബിത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പല കുഴപ്പങ്ങളുമുണ്ട്. ഇഷ ആശങ്കയോടെ ദർശനയെ നോക്കി. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലോ. സബിത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ വേറൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ദർശന പറഞ്ഞു. എന്താണ് ഡോക്ടർ? എന്റെ ഒരു കൂട്ടുകാരിക്ക് നീലിമംഗലത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ഇപ്പോ ആൾ താമസമില്ല. അവൾ ഫാമിലിയായി സ്റ്റേറ്റ്സിലാണ്. വല്ലപ്പോഴും നാട്ടിൽ വിസിറ്റിന് വരുമ്പോൾ താമസിക്കാൻ മേടിച്ചതാണ്. ഞാൻ ഇന്നലെ ട്രീസയുമായി സംസാരിച്ചു. 2-3 മാസത്തേക്ക് ശ്രുതിക്ക് അവിടെ താമസിക്കാം. താങ്ക് യു ഡോക്ടർ. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഇഷയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. കെയർടേക്കർ ഇന്നോ നാളെയോ ഫ്ലാറ്റിന്റെ കീ കൊണ്ടുവന്നു തരും. പക്ഷേ ശ്രുതിക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. സഹായത്തിന് വേറൊരാളെയും കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ സർവന്റിന്റെ ചേച്ചി സരോജിനി അമ്മ. മക്കളില്ല. 2 മാസം മുമ്പ് അവരുടെ ഹസ്ബൻഡും മരിച്ചു. അവർ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നന്ദിപൂർവ്വം ദർശനയുടെ കൈകൾ ഇഷ കൂട്ടിപ്പിടിച്ചു. ഇതിനൊക്കെ എന്തു പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഒന്നും പറയണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് സെൽഫിഷ്നെസ് ഉണ്ടെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. ദർശന പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഞാനിങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് വിചാരിച്ച് ശ്രുതിക്ക് ഖേദമൊന്നും വേണ്ട. കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോവുകയും കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യാം. ഇഷ പെട്ടെന്ന് തലതിരിച്ച് കുഞ്ഞിനെ ഒന്ന് നോക്കി. കുഞ്ഞ് ഉറക്കത്തിലൊന്ന് മന്ദഹസിച്ചു. ഞാൻ വാക്കുമാറ്റി പറയുന്നവളല്ല ഡോക്ടർ. ഒരു തരത്തിലും ഞാൻ ശ്രുതിയെ നിർബന്ധിക്കില്ല. അത് തെറ്റാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ചിന്തിച്ച് അവസാന തീരുമാനമെടുക്കേണ്ടത് ശ്രുതിയാണ്. വേറൊരു കുഞ്ഞിനെ സബിത ചേച്ചിക്ക് അറേഞ്ച് ചെയ്തു കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത്. വന്നത് ശ്രുതി ഭാഗരുതേ എന്ന് ഇഷ പ്രാർത്ഥിച്ചു. ദർശന ഡോക്ടർ എന്ത് വിചാരിക്കും? ദർശന ചെന്ന് വാതിൽ തുറന്നു. വന്നത് വിശ്വനാഥ പിള്ളയും സൗദാമിനിയും അമ്മയാണ്. അല്ല, ദർശന ഇവിടെ ഉണ്ടായിരുന്നോ? മുറിയിലേക്ക് കയറി വന്ന് വിശ്വനാഥ പിള്ള ചോദിച്ചു. മിനിഞ്ഞാന്ന് മുതൽ ആഗ്രഹിക്കുക വന്ന് ശ്രുതിയെയും കുഞ്ഞിനെയും കാണാൻ. കാറാണെങ്കിൽ ഓട്ടത്തോടോട്ടം. ഒടുവിലൊരു ഓട്ടോ പിടിച്ച് ഞങ്ങളിങ്ങ് പോന്നു. സൗദാമിനി അമ്മ പറഞ്ഞു. മോള് നല്ല ഉറക്കമാണല്ലോ ശ്രുതി. ബെഡിനടുത്തേക്ക് ചെന്ന് കുനിഞ്ഞ് കുഞ്ഞിനെ നോക്കി വിശ്വനാഥ പിള്ള പറഞ്ഞു. ശ്രുതിമോളെ പറിച്ചു വെച്ച പോലുണ്ട് കുഞ്ഞ്. സൗദാമിനി അമ്മയും നിരീക്ഷിച്ചു. ദർശനയും ഇഷയും പരസ്പരം നോക്കി.